അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻ സെൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റിയൽമിയുടെ പോക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അത് ഇതിപ്പോൾ കുറച്ചേ ആയിട്ടുള്ളൂ ഇറങ്ങിയിട്ട്, എനിക്ക് തോന്നുന്നു 2 ആഴ്ചത്തോളോട്ടേ ആയിട്ടുള്ളൂ ശരിക്കും ഇറങ്ങിയിട്ട്. നമ്മളിത് മേടിക്കാൻ വേണ്ടി കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽമിയുടെ സ്റ്റോറിൻ്റെ ആപ്പ് എൻ്റെ ഫോണിൽ ഓൾറെഡി ഉണ്ട്. അതിൽ കൂടെ ബ്രൗസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫെസ്റ്റീവ് ഓഫർ എന്ന് പറഞ്ഞിട്ടൊരു ഓഫറും കാര്യങ്ങളും വരുന്നുണ്ട്. സോ നോർമൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1099, അതായത് 1100 രൂപയാണ്. നമ്മൾ മേടിക്കുമ്പോൾ 899 നമുക്ക് ഓഫറിന് കിട്ടി. സോ അത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു നല്ലൊരു ഡീലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തതും. അതുപോലെ തന്നെ ഇതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്ന സ്പീക്കറിൻ്റെ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വാട്ട്സിൻ്റെ സ്പീക്കറാണ് വരുന്നത്. അതുപോലെ തന്നെ 600 mAh ഒരു ബാറ്ററിയും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 6 മണിക്കൂറാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന ബാക്കപ്പ് നമുക്ക് കിട്ടുക. അതായത് പ്ലേ ടൈം എന്ന് പറഞ്ഞാൽ 6 മണിക്കൂറാണ്. അതുപോലെ തന്നെ ഫുൾ ചാർജ് ആവാൻ ഏകദേശം 2.5 മണിക്കൂറായിട്ടാണ് പറയുന്നത്. സോ ഫാസ്റ്റ് ചാർജിങ് പോലുള്ള പരിപാടികളൊന്നും ഇതിനകത്തില്ല. അതുപോലെ തന്നെ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, IPX5 ആണ്. അതുപോലെ തന്നെ നമുക്ക് 3 ഇക്വലൈസർ പ്രീസെറ്റ്സ് ഉണ്ട് നമുക്ക് ഇതിനകത്ത്. സോ കാണാനും സ്പെക്കുകളൊക്കെ വെച്ചൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. അതുപോലെ തന്നെ 2 കളർ ഓപ്ഷനിലാണ് വരുന്നത്. ഒരു ബ്ലാക്കും ഒരു ഡെസേർട്ട് ഗ്രേ എന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് ക്ലാസിക് ബ്ലാക്കും ഡെസേർട്ട് ഗ്രേ ആണെന്ന് തോന്നുന്നു. നമ്മളെടുത്തിരിക്കുന്നത് ഡെസേർട്ട് ഗ്രേ ആണ്. ഡെസേർട്ട് ഗ്രേ തന്നെയല്ലേ? അതെ. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇതിൻ്റെ ഒന്ന് അൺബോക്സ് ചെയ്യും, ഇതിൻ്റെ ഒപ്പം എന്തൊക്കെയാണ് വരുന്നത് നോക്കും. അതിനുശേഷം ഇതിൻ്റെ ഒരു ഓഡിയോ ടെസ്റ്റ് നടത്തി നോക്കാം. അതിനുശേഷം എൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ എന്നുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻഫിനിറ്റി ഫ്യൂസ് പോയിൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഇൻഫിനിറ്റി ഫ്യൂസ് പോയിൻറ്റും ഇതും തമ്മിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതിനൊരു കമ്പാരിസൺ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത ആഴ്ച വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്പാരിസൺ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇതിൻ്റെ അൺബോക്സിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിൻ്റെ അപ്പോൾ എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ അതിന് മുമ്പ് ബോക്സിനകത്തേക്ക് തന്നെ നമുക്ക് വരാം. ബോക്സിൻ്റെ ഫ്രണ്ടിൽ റിയൽമി പോക്കറ്റ് ബ്ലൂടൂത്ത് സ്പീക്കർ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പറയുന്നത് 3 വാട്ട്സിൻ്റെ ഡൈനാമിക് ബാസ് ബൂസ്റ്റ് ഡ്രൈവറാണുള്ളത്. 3 വാട്ട്സിൻ്റെ സ്പീക്കറാണുള്ളത്. അതുപോലെ തന്നെ 3 ഇക്വലൈസർ പ്രീസെറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റീരിയോ പെയറിങ്ങും ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ തന്നെ നമുക്ക് 2 സ്പീക്കർ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റീരിയോ മോഡിലിട്ട് 2ഉം കൂടെ പെയർ ചെയ്തിട്ട് നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് പോലെയായിട്ട് ലെഫ്റ്റിലും റൈറ്റിലുള്ള സ്പീക്കേഴ്സ് പോലെ നമുക്ക് പാട്ടേക്കാൻ വേണ്ടി പറ്റും. അത്യാവശ്യം ഒരു നല്ലൊരു ഇത് തന്നെയാണ്, മോഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ റെസിസ്റ്റൻ്റ് ഞാൻ പറഞ്ഞു IPX5 ആണ്. അതുപോലെ തന്നെ 6 hours ആണ് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രാ ബാസ് റേഡിയേറ്റർ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ബാക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മോഡൽ നമ്പർ ഉണ്ട്, ജനറിക് നെയിം ഉണ്ട്. അതുപോലെ തന്നെ പ്രൈസ് ഇത്ര ഒന്നുമില്ല. കളർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനെടുത്തിരിക്കുന്നത് ഡെസേർട്ട് ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്. കുറച്ച് വെള്ളിയൊക്കെ വീഴുന്നുണ്ട്, സോറി. ഓക്കെ, നമുക്ക് എന്തായാലും താഴത്തുനിന്ന് പൊട്ടിക്കാം ഗൈസ്, അതാണ് എളുപ്പം. ഓക്കെ, അപ്പോൾ താഴത്തുനിന്ന് നമുക്ക് തുറക്കുമ്പോൾ തന്നെ ആദ്യമേ തന്നെ വരുന്നത് കേബിളാണ്. അപ്പോൾ നമ്മുടെ കേബിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് സി കേബിളാണ് ഗൈസ്. അതുപോലെ തന്നെ കളർ നല്ല മഞ്ഞ കളർ കേബിളാണ്, മഞ്ഞ കേബിൾ ടൈപ്പ് സി കേബിളാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്പീക്കർ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒരു സ്പീക്കർ കവറിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്, യൂസർ ഗൈഡ് അങ്ങനെ തന്നെ പറയാം. അപ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നീളത്തിലുള്ള പേപ്പറാണ്. ഓക്കെ, ഇത്ര ഉണ്ട് നീളം. എനിക്ക് ഏകദേശം ഒരു നീളത്തിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, എങ്ങനെയാണ് ഓൺ ചെയ്യുന്നതും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത്. സോ നമുക്ക് സ്പീക്കറിലേക്ക് തന്നെ വരാം. സ്പീക്കർ അപ്പോൾ ഇതാണ് കളറ്, ഡെസേർട്ട് ഗ്രേ എന്ന് പറഞ്ഞ കളർ ഇതാണ്. നമുക്ക് ഈ കവർ ഓർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പീക്കറിലേക്ക് വരും. അപ്പോൾ സ്പീക്കറിന് ഓൾറെഡി ഒരു ലാനിയാർഡ് കേബിൾ ഉണ്ട്. ചെറിയ ചെറിയ സ്പീക്കറുകൾക്ക് എപ്പോഴും ഇതുള്ളത് നല്ലതാണ്. അപ്പോൾ സൈസ് വെച്ച് നോക്കുമ്പോൾ അത്ര ചെറുതല്ല. ഓക്കെ, അത്യാവശ്യം സൈസ് ഉണ്ട്. കാര്യം ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റി ഫ്യൂസ് പോയിൻറ്റ്. ഒരു 2 ഇൻഫിനിറ്റി ഫ്യൂസ് പോയിൻ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒപ്പിക്കാൻ വേണ്ടി പറ്റും. 2 ഇൻഫിനിറ്റി ഫ്യൂസ് പോയിൻറ്റിൻ്റെ സൈസ് ഏകദേശം നമുക്ക് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇയാളെ മാറ്റി വെക്കാം, ഇതിനകത്തേക്ക് വരാം. സോ നമുക്ക് പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ആദ്യമേ തന്നെ പൊക്കത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇതാണ് പൊക്കത്ത്. നമുക്ക് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു മൈക്രോഫോണിൻ്റെ മൈക്കിൻ്റെ ഹോളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പവർ ബട്ടണും മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണും ഉണ്ട്. 2 ബട്ടണാണുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വേറെ ഒന്നുമില്ല. താഴെ നമ്മുടെ റിയൽമിയുടെ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ലീപ്പ് കഥയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി പറ്റില്ല, എനിക്ക് തന്നെ കാണാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് 4 റബ്ബറിൻ്റെ ചെറിയൊരു ലെഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഗ്രിപ്പുണ്ട്, അത്രപ്പുറത്ത് വലിയ ഗ്രിപ്പെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, നമ്മുടെ ലാൻഡ്ലൈൻ കേബിളിനെ ഡയറക്റ്റ് ഓപ്പോസിറ്റായിട്ട് തന്നെ നമുക്കൊരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്, കവറിങ് കൊടുത്തിട്ടുണ്ട്.
നമ്മുടെ റബ്ബർ കവറിങ് ആണ്, സീൽഡാണ്. അപ്പോൾ അത് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ടൈപ്പ് സി പോർട്ട് ഇവിടെയാണുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നേരെ അടച്ചു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പീക്കർ. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് സ്പീക്കർ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ഓൺ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഇൻസ്ട്രക്ഷൻ മാനുവൽ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും. വളരെ ഡീപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഏകദേശം നല്ല അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്തായാലും നോക്കാം. ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയുന്നത് എന്താണെന്ന് നോക്കാം. 2 സെക്കൻഡ് പവർ ബട്ടണിൽ ഓൺ ചെയ്ത് പ്രസ് ചെയ്ത് പിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, നല്ല അടിപൊളി സൗണ്ടൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ പെയറിംഗ് മോഡിലേക്ക് പോയിട്ടുണ്ടാവും. സോ നമുക്ക് എന്തായാലും നമ്മുടെ ഒരു പഴയ ഫോണുണ്ട് ഇവിടെ, നമുക്ക് അതിൽ പോയിട്ട് ബ്ലൂടൂത്ത് എന്തായാലും കണക്ട് ചെയ്ത് നോക്കാം. വേറെ ന്യൂ ഡിവൈസ്. ഓക്കെ, അപ്പോൾ റിയൽമി പോക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്കത് ക്ലിക്ക് ചെയ്യാം. പെയറിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പെയർ. ഓക്കെ, പെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു സൗണ്ടും കേട്ടു. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും എത്ര % ബാറ്ററി ഉണ്ട് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കണക്ടിവിറ്റി വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ക്ലോസ് ചെയ്തേക്കാം. ഓൾറെഡി സ്പീക്കർ കണക്ട് ചെയ്തു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ റിയൽമി ലിങ്കിൻ്റെ ആപ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും റിയൽമി പോക്കറ്റ് എന്ന് പറഞ്ഞിട്ട് സ്പീക്കർ കാണിച്ചിട്ടുണ്ട് ഇവിടെ. നമുക്ക് എന്തായാലും അതിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അറിയാൻ വേണ്ടി പറ്റും. ഡൈനാമിക്കാണ് നമ്മുടെ നോർമലായിട്ട് വരുന്നത്. അപ്പോൾ അതിലാണ് ഇരിക്കുന്നത്. നമുക്ക് സൗണ്ട് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ട് 3 ഇക്വലൈസർ മോഡ് എന്ന് പറഞ്ഞാൽ തന്നെ ബാസ് ബൂസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് സ്വിച്ച് ചെയ്തു. അതുപോലെ തന്നെ ഡൈനാമിക്കിലേക്ക് സ്വിച്ച് ചെയ്താലും ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഗെയിം മോഡുണ്ട്. ഗെയിം മോഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ബട്ടൺസിൻ്റെ സെറ്റിങ്സ് ഇതിനകത്തൊന്ന് എടുക്കാൻ വേണ്ടി പറ്റും. സിംഗിൾ ടാപ്പിൽ എന്താണ് സംഭവിക്കുന്നത്, ഓഫ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഡബിൾ ടാപ്പ് കാര്യങ്ങൾ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഇതിനകത്ത് പറയുന്നുണ്ട്. നമുക്കതനുസരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലേ പോസ് എടുക്കാം. ഡബിൾ ടാപ്പിൽ നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകുന്നു. ട്രിപ്പിൾ ടാപ്പിൽ പ്രീവിയസ് ട്രാക്കിലേക്ക് പോകുന്നു. ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ വേറെ കൂടുതൽ ഓപ്ഷൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ സ്റ്റീരിയോ മോഡും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് സെയിം സ്പീക്കർ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീരിയോ മോഡ് ഇതിനകത്തുനിന്ന് തന്നെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ 2 സ്പീക്കറും പെയറിംഗ് മോഡിൽ ഇട്ടതിന് ശേഷം നമുക്ക് സ്റ്റീരിയോ മോഡ് എനേബിൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ നമ്മുടെ ആപ്പിലുള്ള സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് സൗണ്ട് എഫക്ട്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്പിൽ കൂടെ തന്നെ മാറ്റാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. വേറെ നമുക്ക് ഇൻസ്ട്രക്ഷൻ മാനുവലിൽ ഒന്നും തന്നെ ഇതെങ്ങനെ മാറ്റാം എന്നുള്ളത്, നമ്മുടെ സ്പീക്കറിൽ കൂടെ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഒരു പാട്ട് വെച്ച് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വോളിയം കൺട്രോൾ ഇല്ല. വോളിയം കൺട്രോൾ ഫുള്ള് നമ്മുടെ ഫോണിലാണ്. Feel like I'm floating through the air. The pain I felt is paid for. All is said and done. Oh, I am restricted, fixed upon the web. I need to kick the habit that my mind is breathing in. Break out, I've got to see. Spent all my life holding all. ഓക്കെ, പോസ് ചെയ്തു, പ്ലേ ചെയ്തു. സോ അതായിരുന്നു നമ്മുടെ ഒരു ക്വിക്ക് ഓഡിയോ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഡിയോ ടെസ്റ്റിൽ ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ സ്പീക്കറിൻ്റെ സൗണ്ടുകൾ വരുത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ചെറിയൊരു റൂമിലേക്കാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സൗണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ 3 വാട്ട്സിൻ്റെ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സൗണ്ട് ഒന്നും പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല. ഇത്രയൊക്കെ തന്നെ പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വോളിയം കൺട്രോൾസ് ഇല്ല. അതാണ് ഇതിലൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറെ ഒന്നും അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. കാര്യം സ്പീക്കറിൽ അത്യാവശ്യം സ്പേസസ് ഉണ്ട് വേറെ കൺട്രോൾസും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരത് മിനിമലിസ്റ്റിക് ആക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. എന്തായാലും എന്തായാലും നമുക്കൊരു നല്ലൊരു
എക്സ്ട്രാ ആക്സസറിയാണ്, അതവർ അതിൻ്റെ ഒപ്പം തന്നെ തന്നിട്ടുണ്ട്. നമ്മുടെ ഇൻഫിനിറ്റി ഫ്യൂസിൻ്റെ ഒപ്പം ഒന്നും തന്നില്ലായിരുന്നു. ഓക്കെ, സോ അതാണ് നമ്മുടെ ഒരു ക്വിക്ക് അൺബോക്സിങ്ങും ഒരു ക്വിക്ക് റിവ്യൂ ആണ്, ഒരു ഓവറോൾ റിവ്യൂ ആണ് തന്നത്. എന്തായാലും ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ എന്തായാലും നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്തായാലും അടുത്തൊരു ഫോളോ അപ്പ് വീഡിയോ ഉണ്ടാവും. സോ അതുവരെ എന്തായാലും വെയിറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരത്തേക്കും ബൈ.